ഈ സെയിം മുല്ലപ്പൂവിൻ്റെ ഒരു കൃഷിത്തോട്ടം ഞാൻ നേരത്തെ കാണിച്ചു. ആ സെയിം കർഷകൻ്റെ തന്നെ തോട്ടമാണിത്. ഇത് മുരിങ്ങയ്ക്ക കൃഷിയാണ്, ഡ്രം സ്റ്റിക്ക്. അപ്പോൾ ഇതും അതുപോലെ ഇലകൾ കൂടുതലായിട്ട് പഴുത്തു പോകുന്ന ഒരു രോഗമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് സത്യത്തിൽ നിലവിൽ ഈ രോഗത്തിന് എന്ത് മരുന്ന് കൊടുക്കണമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഇവിടുത്തെ തമിഴ്നാട് ലീഡറോട് തന്നെ സംസാരിച്ചു ഞാൻ. അപ്പം പുള്ളി ഈ കർഷകനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ ഈ തോട്ടത്തിൽ പിന്നെ തമിഴ്നാട് ഗ്രൂപ്പിൻ്റെ ലീഡർ പറഞ്ഞേക്കുന്നത് കാ പറിക്കാൻ താമസിച്ചുകൊണ്ട് ഇല പഴുത്ത് പോയ എല്ലാ രോഗങ്ങളൊന്നുമില്ല എന്നാണ്. കാരണം കാ മുറ്റി നിൽക്കുകയാണ്, ഏറ്റവും മുകളിലുള്ള കാ പറിക്കാൻ പറ്റാതായിപ്പോയി. അതാണ് ഇത് മുല്ലപ്പൂ കൃഷി ചെയ്ത ആ കർഷകൻ്റെ മറ്റൊരു പുതിയൊരു തോട്ടമാണിത്. ഈ തോട്ടത്തിൽ നല്ല രീതിയിൽ വിള നൽകുന്നുണ്ട്, വലിയ രീതിയിൽ വിള നൽകുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പൂ പറിക്കുന്നത്. പക്ഷേ ഇവിടെ യാതൊരു കുഴപ്പമില്ല, നല്ല ഫ്ലവർ കിട്ടുന്നുണ്ട്. ഇവിടെയും ചാണകപ്പൊടിയാണ് നൽകിയിരിക്കുന്നത്, പിന്നെ ഗോമൂത്രം നൽകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യാഗ്ര പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെയധികം പഠിക്കാനുണ്ട്. പഠിച്ചതിന് ശേഷമേ നമുക്ക് ചെല്ലാൻ പറ്റൂ. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, കർഷകർക്ക് നമ്മളെക്കാട്ടി നല്ല അറിവുകളാണ് എല്ലാ മരുന്നിനെക്കുറിച്ചും. കുറേ കാര്യങ്ങൾ കോമ്പിനേഷനും പേരുകളും ഒന്നും അറിയത്തില്ല എങ്കിലും അവർക്ക് ഏതിനോട് ചേർക്കണം എന്നൊക്കെ നമ്മളെക്കാട്ടി കൂടുതൽ അറിവുകളുണ്ട്. അപ്പോൾ കുറേയൊക്കെ അറിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർഷകരോട് സംസാരിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവരുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വളത്തിൻ്റെ ഒരു റിസൾട്ട് മനസ്സിൽ ഇരിക്കുകയാണ്, അത് മാറ്റിയെടുത്ത് നമ്മുടെ റിസൾട്ട് വരണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാതെ അവർ അതിലേക്ക് മാറില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. കാരണം ഒത്തിരി രാസവളങ്ങൾ ഉപയോഗിച്ച് ഒത്തിരി ക്യാഷ് നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ആദ്യമായി ഒരു പുതിയൊരു പരീക്ഷണം അവർ തയ്യാറാകില്ല. പക്ഷേ നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് റെഡിയാക്കി ആർക്കെങ്കിലും ഒരു പരീക്ഷണം നടത്തി ഓരോരോ ഏരിയയിൽ ഒരാളെ അപ്ലൈ ചെയ്യിച്ചു, അതിൽ വിജയം കണ്ടെത്തി അവരിൽ നിന്നേ നമുക്കിത് ഇന്ത്യാഗ്ര പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. അത് എനിക്ക് ഇന്നത്തെ ഒരു വർക്കിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇന്ത്യാഗ്ര പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുവിധം ഒരു വിജ്ഞാനമായതിന് ശേഷം വേണം നമ്മൾ ഒരു കർഷകനുമായിട്ട് സംസാരിക്കാൻ. കാരണം അവർ കുറേ കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ പോലും പെട്ടുപോകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇന്ത്യാഗ്ര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. കാരണം നമ്മളിപ്പം ഗവൺമെൻറ് പോലും ഇപ്പോൾ പുതിയ ജൈവവളത്തിലേക്ക് തിരിയുകയാണ്. അതുകൊണ്ട് നല്ലൊരു ബിസിനസ് മാർക്കറ്റാണ് ഇന്ത്യാഗ്രോ. പഞ്ചാബ്, ആസാം എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യാഗ്രോ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ തമിഴ്നാട് കീഴ്പ്പെടുത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ കർഷകരെ കണ്ട് തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ആകെ 2 തോട്ടങ്ങളാണ് ഇന്ത്യാഗ്രോ ചെയ്യാത്തത്. ബാക്കി എല്ലാവരും ഇന്ത്യാഗ്രോ ചെയ്യുന്നവരാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവാണ്. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ആരും ഫോട്ടോയ്ക്കോ വീഡിയോയ്ക്കോ കൂടെ നിൽക്കാത്തത് കൊണ്ടാണ് അവരും ആരെയും ഞാൻ കാണിക്കാത്തത്. താല്പര്യമില്ല, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നത്. എന്തായാലും ടോണിയായിട്ട് സംസാരിക്കുമ്പോൾ നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇന്ത്യാഗ്രോ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക.